20 ഗുണം 15 മൈനസ് 8 അധികം 120 ഭാഗം 4 മൈനസ് 5 ഗുണം 5 എത്രയാണ്? ഇവിടെ ഗുണിക്കാനും ഹരിക്കാനും അതുപോലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്രിയ ചെയ്യണം. അതുപോലെ ഇവിടുത്തെ ഹരണം, ഈ ഗുണനം, ഇത്രയും നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ 20 ഗുണം 15 8 കുറച്ചാൽ 7, 20 ഗുണം 7 അധികം ഈ ഹരണം നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ചെയ്യാം. 120നെ 4 കൊണ്ട് ഹരിക്കുക. 120നെ 4 കൊണ്ട് ഹരിച്ചാൽ 30 മൈനസ് 5 ഗുണം 5, ഈ ഗുണനവും ഇപ്പോൾ തന്നെ ചെയ്യാം. 5 5 25. ഇതെത്ര വരും നോക്കുക. 20 ഗുണം 7 അത് നമുക്ക് ഗുണിക്കണം ആദ്യം. അപ്പോൾ 2 7 14, 140 വരും. 140 അധികം 30 മൈനസ് 25 എന്ന് വരും. 140ഉം 30ഉം കൂടെ കൂട്ടിയാൽ 170. 170ൽ നിന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ 145 കിട്ടും. അപ്പോൾ ഉത്തരം 145. ശരി ഉത്തരം ഓപ്ഷൻ സി. 1 2 6 15 31 ഡാഷ് എന്ന ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏത്? ഇവിടെ ഒരു സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ ഏതാനും സംഖ്യകൾ നൽകിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടുത്ത സംഖ്യ നൽകണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1 2 6 15 31. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം നോക്കുക. 1നോട് 1 കൂട്ടിയാൽ 2 ആയി. 2നോട് 4 കൂട്ടിയാൽ 6. 6നോട് 9 കൂട്ടിയതാണ് 15. 15നോട് 16 കൂട്ടിയതാണ് 31. അപ്പോൾ അടുത്തത് കൂട്ടേണ്ട സംഖ്യ ഏതാണ് നോക്കുക. 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയറാണ്. ഇത് 2ൻ്റെ സ്ക്വയർ. ഇത് 3ൻ്റെ സ്ക്വയറാണ് 9. 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ അടുത്തത് കൂട്ടേണ്ടത് 5ൻ്റെ സ്ക്വയറാണ്. അതായത് 25 വേണം കൂട്ടാൻ. 31നോട് 25 കൂട്ടിക്കഴിഞ്ഞാൽ 56 വരും. അപ്പോൾ അടുത്ത് വരേണ്ട സംഖ്യ 56 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒറ്റയാനെ കണ്ടെത്തുക. 2 7 3 26 4 65 5 124. ഇവിടെ നൽകിയിരിക്കുന്ന ഈ 4 സംഖ്യാ ജോഡികളിൽ വേറിട്ട് നിൽക്കുന്ന ജോഡി ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ജോഡിയിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. നോക്കുക. 2 7, ഈ 7 എന്നുള്ളത് 8 മൈനസ് 1 ആണ്. 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബ്. അപ്പോൾ 2ൻ്റെ ക്യൂബ് മൈനസ് 1 എന്നുള്ളതാണ് അവിടെ ബന്ധം. അതുപോലെ 3 26, 26 എന്നുള്ളത് 27 മൈനസ് 1 ആണല്ലോ. 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബാണ്. അപ്പോൾ 3ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചതാണ് 26. അപ്പോൾ 3 ക്യൂബ് മൈനസ് 1 എന്നാവും. ഇവിടെയോ 65 എന്നുള്ളത് 64 പ്ലസ് 1 ആണ്. ഈ 64 4 തമ്മിലുള്ള ബന്ധം നോക്കണം. 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബാണ്. അപ്പോൾ 4 ക്യൂബ് പ്ലസ് 1 എന്നാണിത്. അപ്പോൾ 4 ക്യൂബ് പ്ലസ് 1. ഇനി 5ഉം 124ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 125ഉമായിട്ട് 5ന് ബന്ധമുണ്ട്. ആ 125ൽ നിന്ന് 1 കുറച്ചതാണ് 124. 125 എന്താണ്? 5ൻ്റെ ക്യൂബ്. അപ്പോൾ 5ൻ്റെ ക്യൂബ് മൈനസ് 1. അപ്പോൾ 5 ക്യൂബ് മൈനസ് 1 എന്നാണ് ഇത് വരുന്നത്. ഇപ്പോൾ വേറിട്ട് നിൽക്കുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2 ക്യൂബ് മൈനസ് 1, 3 ക്യൂബ് മൈനസ് 1, 4 ക്യൂബ് പ്ലസ് 1, 5 ക്യൂബ് മൈനസ് 1. ഇതിൽ വേറിട്ട് നിൽക്കുന്നത് 4 ക്യൂബ് പ്ലസ് 1 ആണ്. അതായത് ഒറ്റയാൻ ഓപ്ഷൻ സി 465 ആണ്. 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് 11ാമതും ലത പുറകിൽ നിന്ന് 21ാമതും ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? 25 ആളുകൾ ഒരു വരിയിൽ നിൽക്കുന്നു. അതിൽ മുൻപിൽ നിന്ന് 11ാമത് നിൽക്കുന്നയാളാണ് ആരതി. 11ാമത് ആരതി നിൽക്കുന്നു. ലത പിറകിൽ നിന്ന് 21ാമതാണ്. അപ്പോൾ പിറകിൽ നിന്ന് 21ാമത് നിൽക്കുന്ന ലതയുടെ മുൻപിൽ നിന്നുള്ള സ്ഥാനം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതിനായിട്ട് 25ൽ നിന്ന് പുറകിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കുക. 21 കുറയ്ക്കുക. 25ൽ നിന്ന് 21 കുറച്ചാൽ 4 കിട്ടും. അതിനോട് 1 കൂട്ടണം. അപ്പോൾ 5. അപ്പോൾ ലതയുടെ മുൻപിൽ നിന്നുള്ള സ്ഥാനം 5 ആണ്. ഓർക്കുക,
മുൻപിൽ നിന്നുള്ള സ്ഥാനം കിട്ടാൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ആകെ ആളുകളുടെ എണ്ണം 25ആണ്. ആ 25-ൽ നിന്ന് പുറകിൽ നിന്നുള്ള സ്ഥാനം കുറച്ചു. 25-ൽ നിന്ന് 21 കുറച്ചപ്പോൾ 4 കിട്ടി. അതിനോട് 1 കൂട്ടിയാൽ 5. 5ആണ് മുൻപിൽ നിന്നുള്ള ലതയുടെ സ്ഥാനം. അപ്പോൾ മുൻപിൽ നിന്ന് 5-ാമത്തെ ആളാണ് ലത. ഇനി ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവർക്കിടയിലുള്ള ആളുകളുടെ എണ്ണം ഇപ്പോൾ നമുക്ക് എടുക്കാം. എന്ത് ചെയ്യണം? നേരെ നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ 6, 7, 8, 9, 10 ഈ 5 പേരായിരിക്കും ഇവർക്കിടയിലുണ്ടാവുക. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 5. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടെ നോക്കുക, അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്നെടുക്കാം. അപ്പുവിൻ്റെ വയസ്സ് എക്സ് എന്നെടുക്കും. അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങ്. അപ്പോൾ എക്സിൻ്റെ 8 മടങ്ങ് 8x എന്നെടുക്കും. ഇനി 3 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് അടുത്ത് നൽകിയിരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാകുന്നു. അപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ വയസ്സുകൾ എത്ര വരും എന്ന് നോക്കാം. 3 വർഷം കഴിയുമ്പോൾ അപ്പുവിന് 3 വയസ്സ് കൂടും. അതായത് എക്സിനോട് 3 കൂട്ടിയാൽ കിട്ടുന്ന x+3 ആയിരിക്കും 3 വർഷങ്ങൾക്ക് ശേഷം അപ്പുവിൻ്റെ വയസ്സ്. അമ്മയ്ക്കും 3 വയസ്സ് കൂടും. അമ്മയുടെ വയസ്സ് 8x + 3 എന്ന് വരും. ഇനി ഇവ തമ്മിലുള്ള ബന്ധമാണ് ഈ രണ്ടാമത്തെ സെൻറ്റൻസ് നൽകിയിരിക്കുന്നത്. എന്താണ്? അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാവും. അപ്പോൾ 8x + 3 എന്നുള്ളത് x+3യുടെ 5 മടങ്ങാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 8x + 3 = 5 × x+3 എന്നെഴുതാം. ഇനി ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് 8x + 3 = 5 കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള ഓരോ ടേമിനെയും ഗുണിക്കുക. 5 × x 5x + 5 × 3 15. ഇനി എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ 5xനെ നമുക്ക് ഇടതുവശത്തേക്ക് കൊണ്ടുപോകുന്നു, ഈ 3നെ വലതുവശത്തേക്ക് കൊണ്ടുപോകുന്നു. 5x ഇടതുവശത്ത് ചെല്ലുമ്പോൾ -5x ആവും. അപ്പോൾ 8x - 5x = 15 - 3 എന്നാവും. 8xൽ നിന്ന് 5x കുറച്ചാൽ 3x എന്ന് കിട്ടും. 3x = 15ൽ നിന്ന് 3 കുറച്ചാൽ 12. 3x 12 ആണെങ്കിൽ x എത്ര വരും? 12/3, അതായത് 4. x എന്ന് നമ്മൾ എടുത്തത് അപ്പുവിൻ്റെ വയസ്സാണ്, അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പോൾ അപ്പുവിന് ഇപ്പോൾ 4 വയസ്സുണ്ട്. അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 ഇരട്ടിയാണ്, 8 മടങ്ങാണ്. അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണാനായിട്ട് 8 × 4 കാണുക. 8 × 4 32 വയസ്സാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഉണ്ടാവുക. ശരി ഉത്തരം ഓപ്ഷൻ ബി. 2 - 5 + 6 - 6 × 5 + 3 = ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള ക്രിയ വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ ഇത് 2 - 5 + 6ൽ നിന്ന് 6 കുറച്ചാൽ 0. 0 × 5 + 3 എന്ന് വരും. നോക്കുക, അടുത്ത് ഗുണനക്രിയ വേണം. അപ്പോൾ 2 - 5 + 0 കൊണ്ട് 5നെ ഗുണിച്ചാൽ 0 തന്നെ, 0 + 3 എന്ന് വരും. ഇനി ഇടത്തു നിന്ന് വലത്തോട്ട് നമുക്ക് ക്രിയ ചെയ്തു പോകാം. 2ൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്, അപ്പോൾ ഉത്തരം നെഗറ്റീവ് ആവും. -3 എന്നാവും. -3 + 0 + 3. -3നോട് കൂടി 0 ചേർത്ത് കഴിഞ്ഞാൽ -3 തന്നെ. അതിനോട് 3 കൂട്ടിയാലോ -3 + 3 ആവും. -3 + 3 കൂടെ കൂട്ടിയാൽ 0 തന്നെ. അപ്പോൾ ഉത്തരം 0. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? ഇവിടെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരാശരിയെ ആളുകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ 20 പേരുടെ വയസ്സുകളുടെ തുക കിട്ടും. അതായത് 20 × 35 700 ഈ 20 പേരുടെ വയസ്സുകളുടെ തുക. ഇതിൽ നിന്ന് 25 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. അപ്പോൾ 25 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറി പോകുമ്പോൾ ആളുകളുടെ എണ്ണം 19 ആ 19 പേരുടെ വയസ്സുകളുടെ തുക കിട്ടാൻ 700ൽ നിന്ന് 25 കുറച്ചാൽ മതിയല്ലോ. 700ൽ നിന്ന് 25 കുറച്ചാൽ 675. അപ്പോൾ 19 പേരുടെ വയസ്സുകളുടെ തുകയാണ് 675. കൂടാതെ പുതിയൊരാൾ വന്നു. അപ്പോൾ ആളുകളുടെ എണ്ണം 20 ആ 20 പേരുടെ വയസ്സുകളുടെ തുക കിട്ടാൻ
പുതുതായിട്ട് വന്നയാളുടെ വയസ്സ് ഇതിനോട് കൂട്ടിച്ചേർത്താൽ മതി. അതായത് 675നോട് 45 കൂട്ടുന്നു. അപ്പോൾ എത്രയായി? 720 അപ്പോൾ 20 പേരുടെ വയസ്സുകളുടെ തുക 720. അപ്പോൾ 20 പേരുടെ ശരാശരി കാണാൻ, വയസ്സിൻ്റെ ശരാശരി കാണാനായിട്ട് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. അതായത് 720നെ 20 കൊണ്ട് ഹരിക്കുക. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 72/2, 72ൻ്റെ പകുതി 36. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ശരാശരി പ്രായം 36 വയസ്സാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 1/1 ഗുണം 2 അധികം 1/2 ഗുണം 3 അധികം 1/3 ഗുണം 4 എത്രയാണ്? നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഛേദത്തിലുള്ള സംഖ്യകൾ ഗുണിക്കാം. അപ്പോൾ 1 ഗുണം 2 2. അപ്പോൾ 2 അധികം 1 നോക്കുക 2 ഗുണം 3 6. അപ്പോൾ ഇത് 6 പ്ലസ് 1/3 ഗുണം 4 12. അപ്പോൾ 2 അധികം 6 അധികം 12 കൂട്ടേണ്ടത്. നോക്കുക, ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാക്കണം. അപ്പോൾ ഇവിടെ 2, 6, 12 ഇതാണ് ഛേദം. അപ്പോൾ ഈ കൂട്ടത്തിലെ വലിയ സംഖ്യ 12ആണ്. നമുക്ക് ഈ 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 ആക്കാം. അതുപോലെ 2നെ 6 കൊണ്ട് ഗുണിച്ചാലും 12 കിട്ടും. അപ്പോൾ പൊതുവായ ഛേദം 12 ആക്കുന്നതാണ് സൗകര്യം. അപ്പോൾ 2നെ 6 കൊണ്ട് ഗുണിക്കാം. അംശത്തിലും ഛേദത്തിലും 6 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 6/12 എന്നാവും. പ്ലസ് ഇവിടെ 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2/12 പ്ലസ് 12 അതേപടി എഴുതുക. ഇപ്പോൾ പൊതുവായ ഛേദമായി 12. അത് ഉത്തരത്തിൻ്റെ ഛേദം 12 എഴുതുന്നു. ദെൻ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. 6 2 8 1 9. 12 അംശവും ഛേദവും 3ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 3 കൊണ്ട് ഹരിച്ച് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3, 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ ഉത്തരം 4ൽ 3 എന്ന് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ എ. 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഇവിടെ തീവണ്ടിയുടെ വേഗത 72 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് 1 മണിക്കൂറിൽ ഈ തീവണ്ടി 72 കിലോമീറ്റർ സഞ്ചരിക്കും. നമുക്ക് 4 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണല്ലോ. അതായത് 60 മിനിറ്റിൽ തീവണ്ടി 72 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 1 മിനിറ്റിൽ തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ 72നെ 60 കൊണ്ട് ഹരിച്ചാൽ മതി. നമ്മളിങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. 72/60 കിലോമീറ്റർ. അപ്പോൾ 4 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം എങ്ങനെ കണ്ടുപിടിക്കും? 4 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാൻ 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം 72/60 കിലോമീറ്റർ ആണ്. അതിനെ 4 കൊണ്ട് ഗുണിക്കുക. 72/60 ഗുണം 4 കാണുക. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, 72ഉം 60ഉം 6ൻ്റെ ഗുണിതങ്ങളാണ്. 60നെ 6 കൊണ്ട് ഹരിച്ചാൽ 10, 72നെ 6 കൊണ്ട് ഹരിച്ചാൽ 12. 60ഉം 12 72, 12 72. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. 12 ഗുണം 4 48/10 എന്ന് വരും. 48നെ 10 കൊണ്ട് ഹരിച്ചാൽ 4.8. അപ്പോൾ 4.8 കിലോമീറ്ററാണ് 4 മിനിറ്റിൽ ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? അപ്പോൾ ഇവിടെ നഷ്ട ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നഷ്ടം എത്ര രൂപയെന്ന് കാണാം. അതിനായിട്ട് വാങ്ങിയ വിലയേക്കാൾ കുറച്ചാണ് ഇവിടെ വിൽപ്പന വില. വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില കുറയ്ക്കണം. അതായത് 450ൽ നിന്നും 423 കുറയ്ക്കുക. 27 രൂപയാണ് നഷ്ടം. ഇനി നഷ്ട ശതമാനം കിട്ടാൻ ഈ നഷ്ടമായ 27 രൂപ വാങ്ങിയ വിലയുടെ എത്ര ശതമാനമാണെന്ന് കാണണം. അതായത് 450ൻ്റെ എത്ര ശതമാനമാണ് 27 എന്ന് കാണുക. 450ൽ 27 ഗുണം 100 കാണേണ്ടത്. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 45 27 രണ്ടും 9ൻ്റെ ഗുണിതങ്ങളാണ്. 27നെ 9 കൊണ്ട് ഹരിച്ചാൽ 3, 45നെ 9 കൊണ്ട് ഹരിച്ചാൽ 5. 5 കൊണ്ട് 10നെ ഹരിക്കാം. അപ്പോൾ 2, 3 ഗുണം 2 6. അപ്പോൾ 6% നഷ്ടമാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ 6%.
സമാന ബന്ധം കണ്ടെത്തുക. HLKM EIHJ DGNP ഡാഷ്. അപ്പോൾ HLKMഉം EIHJയും തമ്മിലുള്ള അതേ ബന്ധം ഉപയോഗിച്ച് ഇവിടെ DGNPയുടെ കൂടെ വരുന്ന അക്ഷരങ്ങൾ അല്ലെ അക്ഷരക്രമം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്ന് കാണണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക, HLKM അതിന് ബന്ധമുള്ളത് EIHJയുമായിട്ടാണ്. അതുപോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് DGNP ആയിട്ട് ബന്ധം വരുന്ന അക്ഷരക്രമം ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അക്ഷരമാല എന്ന് എഴുതാം. നോക്കുക, ABCDEFGHIJKLMNOPQ ഇത് മതിയാവും. നോക്കുക, എച്ചിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇ വന്നു. ഇതാണല്ലോ എച്ച്. അവിടെ നിന്ന് 3 അക്ഷരം പുറകോട്ടുള്ളതാണ് ഇ. എച്ചിൽ നിന്ന് 3 അക്ഷരം പുറകോട്ട് വന്നാൽ ഇയിലെത്തും. എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നത് ഐ ആണ്. നോക്കുക, എല്ലിത്, അതിൽ നിന്ന് 3 അക്ഷരം പുറകോട്ട് വന്നാൽ ഐ ആയി. അതുപോലെ കെയുടെ സ്ഥാനത്ത് എച്ച് വന്നു. കെയിൽ നിന്ന് 3 അക്ഷരം പുറകോട്ട് വന്നാൽ എച്ച് ആവും. കെ അവിടെ നിന്ന് 3 അക്ഷരം പുറകോട്ട് വന്നാൽ എച്ച് ആയി. എമ്മിന് പകരം ജെ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എമ്മിൽ നിന്ന് 3 അക്ഷരം പുറകോട്ട് വന്നാൽ ജെ. അപ്പോൾ നമുക്കിവിടെ DGNPയോട് ചേർന്ന് വരുന്ന അക്ഷരക്രമം കണ്ടുപിടിക്കാൻ ഈ ഓരോ അക്ഷരത്തിൽ നിന്നും 3 അക്ഷരം പുറകോട്ടെടുത്താൽ മതി. അപ്പോൾ ഡിയിൽ നിന്ന് 3 അക്ഷരം പുറകിൽ വന്നു കഴിഞ്ഞാൽ 1, 2, 3 എ വരണം. ഇനി ജിയുടെ 3 അക്ഷരം പുറകിൽ അത് വരും 1, 2, 3 ഡി, AD, പിന്നെ എൻ എടുക്കുക. എന്നിൽ നിന്ന് 3 അക്ഷരം പുറകോട്ട് വന്നു കഴിഞ്ഞാൽ കെ വരും. ADK. നമുക്ക് ഉത്തരം തീരുമാനമാകും, കാരണം ADK വരുന്ന ഒരെണ്ണേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അത് തന്നെയായിരിക്കും ഉത്തരം. നമുക്ക് ലാസ്റ്റത്തെയും കൂടെ നോക്കിയേക്കാം. പിയുടെ 3 അക്ഷരം പുറകിൽ വന്നു കഴിഞ്ഞാൽ 1, 2, 3 എം തന്നെ. അപ്പോൾ ADKM ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 2, 3, 5, 7, 11 ഡാഷ്. അപ്പോൾ ഈ സീക്വൻസിലെ അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് തന്നിരിക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്ന് നോക്കുക. ഇതെല്ലാം അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സാണ്. 2, 3, 5, 7, 11. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. 11 ശേഷം വരുന്ന പ്രൈം നമ്പർ 13 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ 13. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 9-ൽ 4, 49-ൽ 36, 25-ൽ 16, 625-ൽ 125. അപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ സംഖ്യകളിൽ, ഈ ഭിന്നസംഖ്യകളിൽ അംശവും ഛേദവും സ്ക്വയർ നമ്പേഴ്സാണ്, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ്. ഇവിടെ നോക്കുക, ഇവിടെ 9 എന്നുള്ള 3ൻ്റെ വർഗ്ഗവും 4 2ൻ്റെ വർഗ്ഗവുമാണ്. അപ്പോൾ ഇത് 3 സ്ക്വയറിൽ 2 സ്ക്വയർ എന്നുള്ളതാണ് ഇതിൻ്റെ രൂപം. അല്ലെങ്കിൽ 3-ൽ 2ൻ്റെ സ്ക്വയറാണിത്. 3-ൽ 2ൻ്റെ സ്ക്വയർ. അതുപോലെ ഇവിടെ 49 7ൻ്റെ വർഗ്ഗമാണ്, 36 6ൻ്റെ വർഗ്ഗം. അതായത് 7-ൽ 6ൻ്റെ വർഗ്ഗമാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെയോ 25 5ൻ്റെ വർഗ്ഗവും 16 4ൻ്റെ വർഗ്ഗവും. അപ്പോൾ 5-ൽ 4ൻ്റെ സ്ക്വയറാണ് ഈ തന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ നോക്കുക, ഇവിടെ 625 25ൻ്റെ വർഗ്ഗമാണ്. ഇത് 25ൻ്റെ സ്ക്വയറാണ്. പക്ഷെ 125 അങ്ങനെ ഒരു എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമല്ല. അപ്പോൾ ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി, 625-ൽ 125 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 4 + 8 = 20 ആയാൽ 6 + 10 എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും? ഇവിടെ 4 + 8 = 20 എന്ന് നൽകിയിട്ടുണ്ട്. നോക്കുക, 4ഉം 8ഉം കൂടെ കൂട്ടിയാൽ 12 ആവുള്ളൂ നമുക്കറിയാം, 20 കിട്ടില്ല. അപ്പോൾ കൂട്ടലല്ല ഇവിടെ നടത്തിയിരിക്കുന്ന ക്രിയ. അപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന ക്രിയ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് 6 + 10 ഉത്തരം എത്രയെന്ന് കണ്ടുപിടിക്കാൻ. നോക്കുക, ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 4ഉം 8ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 32 കിട്ടും. അതിൽ നിന്നും 4ഉം 8ഉം കൂടെ കൂട്ടിയാൽ, അല്ലെ 4ൻ്റെ 8ൻ്റെയും കൂടെ തുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 ആവും. നോക്കുക, 4 8 32 മൈനസ് 4 + 8 12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ നടത്തിയിരിക്കുന്ന ക്രിയ. അപ്പോൾ 6 + 10 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം 6ഉം 10ഉം കൂടെ ഗുണിക്കുക. അതിൽ നിന്നും
6ഉം 10ഉം കൂടെ കൂട്ടിയ തുക കുറയ്ക്കുക. അപ്പോൾ 6 ഗുണം 10 60. 60ൽ നിന്ന് 16 കുറച്ച് കഴിഞ്ഞാൽ 44 കിട്ടും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി 44. ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏത്? പുല്ല്, തവള, പുൽച്ചാടി, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. ഓപ്ഷൻ ബി പുല്ല്, പുൽച്ചാടി, തവള, കഴുകൻ, ബാക്ടീരിയ, പാമ്പ്. ഓപ്ഷൻ സി പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. ഓപ്ഷൻ ഡി ബാക്ടീരിയ, പുല്ല്, തവള, പുൽച്ചാടി, പാമ്പ്, കഴുകൻ. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഭക്ഷ്യ ശൃംഖലയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രമം പുല്ല്, പുൽച്ചാടി, പുല്ല് തിന്ന് പുൽച്ചാടി ജീവിക്കുന്നു. ഈ പുൽച്ചാടിയെ തിന്ന് തവള, തവളയെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ തിന്നുന്ന കഴുകൻ. ഇനി കഴുകൻ ചത്തു കഴിയുമ്പോൾ അത് ബാക്ടീരിയകൾ ആഹാരമാക്കും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ്? ഇവിടെ 2 ടാങ്കുകൾ, ആദ്യത്തേതിൽ 650 ലിറ്ററും രണ്ടാമത്തേതിൽ 780 ലിറ്ററും വെള്ളമുണ്ട്. അപ്പോൾ ഈ 2 ടാങ്കിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു ടാങ്കിൻ്റെ പരമാവധി ശേഷി എത്രയാണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു അളവ് പാത്രത്തിൻ്റെ രീതിയിൽ 2 ടാങ്കിലെയും വെള്ളം അളക്കാൻ പറ്റുന്ന ഒരു ടാങ്കിൻ്റെ പരമാവധി അളവ് എത്രയാണെന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 650ൻ്റെയും 780ൻ്റെയും ഉസാഖ അഥവാ HCF കാണണം. അപ്പോൾ 650, 780 ഇവയുടെ ഉസാഖ കാണണം. നമുക്ക് ഇത് രണ്ടും 10ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 10 നമുക്ക് പൊതുഘടകമായിട്ട് ആദ്യമേ തന്നെ എടുക്കാം. അപ്പോൾ സംഖ്യകൾ ചെറുതായി കിട്ടും. 650നെ 10 കൊണ്ട് ഹരിച്ചാൽ 65, 780നെ 10 കൊണ്ട് ഹരിച്ചാൽ 78. ഇനി പൊതുഘടകമായിട്ട് എടുക്കാവുന്നത് 13 ആണ്. 65നെ 13 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5 കിട്ടും. 78നെ 13 കൊണ്ട് ഹരിച്ചാൽ 6. ഇനി പൊതുഘടകമായിട്ട് 1 മാത്രമേ ഉള്ളൂ, 1 എടുക്കേണ്ടതില്ല. അപ്പോൾ ഉസാഖ കാണാനായിട്ട് ഈ സംഖ്യകൾ തമ്മിലാണ് ഗുണിക്കേണ്ടത്. 10 ഗുണം 13, 13 10 130. അപ്പോൾ 130 ആണ് ഈ സംഖ്യകളുടെ ഉസാഖ. അപ്പോൾ ഈ 2 സംഭരണികളിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു ടാങ്കിൻ്റെ പരമാവധി ശേഷി 130 ലിറ്ററാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. 1 4 വർഗം എത്രയാണ്? നമുക്കിവിടെ 1 4 വർഗം, അതായത് 1 4 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ 1 4 ഇപ്പോഴത് മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ്, അതിനെ ഒന്ന് രൂപമാറ്റം വരുത്തണം. അതിനായിട്ട് ഈ 1 കൊണ്ട് 4നെ ഗുണിക്കുക. 1 4 4, അതിനോട് അംശമായ 1 കൂട്ടുന്നു. 4 1 5. ഇത് അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് ഈ 4 തന്നെ. അപ്പോൾ 4 5 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇനി 4 5ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഒരു ഭിന്നസംഖ്യയുടെ സ്ക്വയർ കാണാനായിട്ട് അതിൻ്റെ അംശത്തിൻ്റെ സ്ക്വയർ ബൈ ഛേദത്തിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അംശം 5 ആണ്. 5ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 5ൻ്റെ വർഗം 25, 4ൻ്റെ വർഗം 16. അപ്പോൾ 16ൽ 25 ആണ് 1 4 വർഗം. ശരിയുത്തരം ഓപ്ഷൻ ഡി. 0.12 ബൈ 0.3 ഗുണം 0.4 ബൈ 0.2 ഗുണം 0.6 ബൈ 0.4ൻ്റെ വില എത്രയാണ്? അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം ദശാംശ സംഖ്യകളാണ്. നമുക്ക് ആദ്യം ഇവയുടെ ദശാംശം ഒഴിവാക്കാം. നോക്കുക, ഇവിടെ അംശത്തിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. അപ്പോൾ അത് ഡെസിമൽ പോയിന്റ് ഒഴിവാക്കണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഛേദത്തിലോ അംശത്തിലോ ഇവിടെ 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ അംശം 12 മാറും. ഡെസിമൽ പോയിന്റ് ഒഴിവായി. ഛേദം നോക്കുക, ഇവിടെ 100 കൊണ്ട് ഗുണിക്കാൻ ഡെസിമൽ പോയിന്റ് വലത്തോട്ട് 2 സ്ഥാനം മാറ്റുക വേണ്ടത്. ഇവിടെ ഒരക്കമേ ഉള്ളൂ വലതുവശത്ത്. അപ്പോൾ ഒരു 0 കൂടെ ചേർക്കണം. 30 എന്ന് വരും. അപ്പോൾ 30ൽ 12 എന്നാവും. ഗുണം ഇവിടെ അംശത്തിലും ഛേദത്തിലും ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് ഓരോ അക്കമേ ഉള്ളൂ. അപ്പോൾ 10 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കുക. ഡെസിമൽ പോയിന്റ് ഒഴിവാക്കി കിട്ടും. 4/2 എന്നാവും. ഗുണം ഇവിടെയും അംശത്തിലും ഛേദത്തിലും ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് ഓരോ അക്കമേ ഉള്ളൂ. 10 കൊണ്ട് ഗുണിക്കുന്നു. 6/4 എന്നാവും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, 4 4 ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് 6നെ ഹരിച്ചാൽ ഇവിടെ 3 കിട്ടും. 30ഉം 12 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ 6 കൊണ്ട് ഹരിക്കാം. 6 കൊണ്ട് ഇവിടെ ഹരിച്ചാൽ 2, 30നെ 6 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പോൾ
2 ഗുണം 3 6/5 6/5 എന്നാവും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഡെസിമൽ വാല്യൂസ് ആണ്. അപ്പോൾ 6നെ 5 കൊണ്ട് ഹരിക്കുക. 6നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 5 5, ശിഷ്ടം 1 വരും. ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക, 0 ചേർക്കുന്നു. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പോൾ ഉത്തരം 1.2 എന്ന് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും? ഓർക്കുക, 36.75 കിലോഗ്രാം അരിയെ 7 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്ര കിലോഗ്രാം വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 36.75നെ 7 കൊണ്ട് ഹരിക്കണം. നമുക്ക് സാധാരണ രീതിയിലൊന്ന് ഹരിച്ചു നോക്കാം. 36.75 ഭാഗം 7. 36ൽ 5 തവണയാണ് 7 ഉള്ളത്. 5 7 35. കുറയ്ക്കുന്നു, 1 കിട്ടും. ഇനി നോക്കുക, അടുത്ത ഡെസിമൽ പോയിന്റിന് വലതുവശത്തോട്ടാണ്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇവിടെ കൊടുത്തിട്ട് വേണം അടുത്ത 7 ഇറക്കി എഴുതാൻ. 17. 17നെ 7 കൊണ്ട് ഹരിച്ചാൽ 2. 2 7 14. കുറയ്ക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടും. അടുത്തൊക്കെ ഇറക്കി എഴുതുന്നു. 35. 35ൽ 7 എത്ര തവണയുണ്ട്? 5 തവണ. 5 7 35. അപ്പോൾ 5.25. അപ്പോൾ ഉത്തരം 5.25. ഒരു സഞ്ചിയിലെ അരിയുടെ ഭാരം 5.25 കിലോഗ്രാം ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? ഇവിടെ 12, 15, 18 ഈ സംഖ്യകൾ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 12, 15, 18 ഇവ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവ കൊണ്ട് ഈ 3 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാനായിട്ട് ഇവയുടെ ലസാഗു കാണുക. ഈ ലസാഗു 3 അക്ക സംഖ്യയാണെങ്കിൽ നമുക്ക് ഉത്തരമായിട്ട് അതെടുക്കാം, അല്ലെങ്കിൽ ലസാഗു കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവയുടെ ലസാഗു കാണാം. 12, 15, 18. അപ്പോൾ ഇവയുടെ ലസാഗു കാണാം. ലസാഗു കാണാനായിട്ട് നമുക്ക് 12നെയും 18നെയും 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്കിവിടെ 2 എഴുതാം. 12നെ 2 കൊണ്ട് ഹരിച്ച 6. 15നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 15 എഴുതുക. 18നെ 2 കൊണ്ട് ഹരിച്ച 9. ഇനിയുള്ള 3 സംഖ്യകളെയും 3 കൊണ്ട് ഹരിക്കാവുന്നതാണ്. അപ്പോൾ 3 എടുക്കുന്നു. 6നെ 3 കൊണ്ട് ഹരിച്ച 2. 15നെ 3 കൊണ്ട് ഹരിച്ച 5. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. ഇനി പൊതുഘടകമായിട്ട് 1 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അത് എടുക്കേണ്ടതില്ല. അപ്പോൾ ലസാഗു കാണാൻ ഈ സംഖ്യകളുടെ ഗുണനഫലം കാണണം, ഈ 5 സംഖ്യകൾ. അപ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഗുണിക്കാൻ എളുപ്പമുണ്ട്. 2 5 10, 10 3 30. 30 ഗുണം 3 90. 90 ഗുണം 2 180 വരും. അപ്പോൾ ലസാഗു 180 ആണ്. അപ്പോൾ ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ശിഷ്ടമില്ലാതെ ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 180 ആണ്. ഇനി ഇത് 3 അക്ക സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് ഈ 180 തന്നെ എടുത്താൽ മതി. ശരി ഉത്തരം ഓപ്ഷൻ ബി 180.